ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യ അസ്വാമിനി വ്ലോഗ്. അപ്പോൾ വെറും 10 മിനിറ്റ് കൊണ്ട് കുക്കറിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ കാരമൽ പായസമാണ് കേട്ടോ. വളരെ ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, അത്രയും കുറുകിയ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു പായസമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ദാ ഇവിടെ നല്ല കട്ടിയുള്ള വെള്ള അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് അവൽ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് എടുക്കാമേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് അവലാണ് കേട്ടോ എടുക്കുന്നത്. കറക്റ്റ് 1 കപ്പ് അവൽ എടുക്കുന്നുണ്ട്. ഇനി ആ അവല് മുങ്ങി നിൽക്കാൻ കണക്കിന് നമുക്ക് നല്ല നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അവല് മുങ്ങി നിൽക്കാൻ കണക്കിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാമേ. ആ സമയം നമ്മുടെ അവലൊക്കെ നല്ലോണം സോഫ്റ്റായി റെഡിയായി കിട്ടും കേട്ടോ. ഈ സമയം നമുക്ക് കാരമലൈസ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അവൽ കാരമലൈസ് പായസം തയ്യാറാക്കുന്നത് കുക്കറിലാണ്. നമ്മുടെ ഈ അവൽ ഒന്ന് സോക്കാവുന്ന 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ കാരമലൈസും റെഡിയാക്കുന്നു, പായസം തയ്യാറാക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് അവലാണല്ലോ എടുത്തത്. ഇനി അതേ സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. അതിനോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടറും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാമേ. കാരമലൈസ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാരമലൈസ് ചെയ്യുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇനി അടുത്ത ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവുമാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവും കൂടെ ഞാൻ 1 കപ്പിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. ഈ സമയം നമുക്ക് തീ ഓൺ ചെയ്യാം. തീ ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണേ. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കാരമലൈസും പായസവും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലെല്ലാം കൂടെ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള അവല് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവല് ഫുള്ളായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ ഞാനിവിടെ കുറച്ച് ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഏലക്ക ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഏലക്കയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണേ. ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, കുക്ക് ചെയ്യണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മതി കേട്ടോ. ഒറ്റ വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. നിങ്ങൾ ഈ കറക്റ്റ് മെഷറിൻ്റെ അതേ രീതിയിൽ തന്നെ എടുത്തോളൂ. കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഫ്ലെയിം എല്ലാം കുക്കറെല്ലാം അടച്ചു. ഇനി നമുക്ക് വിസിലിട്ട് ഒരു വിസിൽ ലോ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമേ. അപ്പം കറക്റ്റ് ഒരു വിസിൽ വരുമ്പം നമ്മുടെ അവലും എല്ലാം റെഡിയായി കുറുകി സെറ്റായി വരും കേട്ടോ. അപ്പോൾ അതാ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്തതാണ് കണ്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കിസ്മിസും കാഷ്യൂനട്ടും എല്ലാം കൂടെ ഒന്ന് വറുത്തിടാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും അതിനോടൊപ്പം തന്നെ കുറച്ച് കിസ്മിസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഇത് നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അത് അധികം വെള്ളമാവില്ല, അധികം ഒന്നും കട്ടിയാവില്ല കേട്ടോ. അപ്പോൾ അതേപോലെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടുമേ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മുൻപോട്ട് ഒരുപാട് സിമ്പിളായിട്ടുള്ള റെസിപ്പീസിൻ്റെ ഒക്കെ വീഡിയോസാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കയറിക്കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എനിക്ക് മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ എന്താ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ, നല്ല കുറുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം നമുക്ക് ഒരു ബോളിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.